കണ്ണൂർ വനം ഡിവിഷൻ തളിപ്പറമ്പ് റേഞ്ചിന്റെയും ഹരിത കേരള മിഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ലോക വനദിനാചരണം സംഘടിപ്പിച്ചു. ഹരിത കേരള മിഷൻ മാലിന്യമുക്തം നവകേരള ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. കണ്ണൂർ വനം ഡിവിഷൻ തളിപ്പറമ്പ് റേഞ്ചിന്റെയും ഹരിത കേരള മിഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഹരിത കേരള മിഷൻ മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായാണ് ലോക വനദിനാചരണം സംഘടിപ്പിച്ചത്. തളിപ്പറമ്പ് റേഞ്ച് ഓഫീസ് ഹാളിൽ നിന്ന് പരിപാടി തളിപ്പറമ്പ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ സനൂപ് കൃഷ്ണൻ PV ഉദ്ഘാടനം ചെയ്തു. വനദിനാചരണത്തിന്റെ ഭാഗമായി റേഞ്ച് ഓഫീസ് കോമ്പൗണ്ടിൽ 3 ഇടങ്ങളിലായി വേനൽക്കാലത്ത് പക്ഷികൾക്ക് ദാഹജലം ഒരുക്കുന്നതിനായി മൺചട്ടികളിൽ കുടിവെള്ളം സ്ഥാപിക്കുകയും റേഞ്ച് ഓഫീസ് കോമ്പൗണ്ടിൽ ഫലവൃക്ഷത്തൈ വച്ചുപിടിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് ഹരിത ടൂറിസം രംഗത്തെ ജൈവ അജൈവ ദ്രവമാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളെപ്പറ്റി ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ EK സോമശേഖരൻ ക്ലാസ് എടുത്തു. അത് ഇവിടെ ഗോകർണത്ത് തുടങ്ങി അതിങ്ങനെ വന്ന് മൈസൂരിൻ്റെ ഒരു സൈഡിൽ കയറി വീണ്ടും വയനാടിൻ്റെ സൈഡിൽ കയറി മലപ്പുറത്തിൻ്റെ ആ വഴിക്കൂടെ വന്ന് അത് പാലക്കാട് എത്തി. പാലക്കാട് എത്തിയാൽ അവിടെ പ്രത്യേക സ്ഥലത്ത് അത് അവസാനിച്ചു. ആ അവസാനിക്കുന്ന സ്ഥലത്തിനാണ് നമ്മൾ വാളയാർ ചുരം എന്ന് പറയും. ആ ചുരം കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ 6 കിലോമീറ്ററോളം വാളയാർ ചുരമാണ്. ആ സ്ഥലം കഴിഞ്ഞാൽ വീണ്ടും പാലക്കാട് നിന്ന് വീണ്ടും പർവ്വത നിര തുടങ്ങും. അതാണ് ആലപ്പുഴ ശാസ്താംകോട്ട കായലിൻ്റെ അവസാനം അവസാനം. തുടർന്ന് വിവിധ വിഷയങ്ങളിൽ വിദഗ്ധർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.